പുറത്തു വന്ന മുഴുവൻ എക്സിറ്റ് പോളുകളും ഒരു UDF അനുകൂലമായ റിസൾട്ടാണ് കാണിച്ചിട്ടുള്ളത്. UDFന് അനുകൂലമായ ഒരു സാധ്യത, അതായത് UDF അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും കാണുമ്പം പൊതുവിൽ തോന്നുന്നത്. പക്ഷേ ഈ ഏജൻസികൾക്കൊക്കെ പുറമെ പ്രാദേശികമായിട്ടൊരു എക്സിറ്റ് പോൾ നടത്തിയിട്ടുള്ള മനോരമയാണ്. എനിക്ക് അതിന്റെ വിചിത്രമായ ഒരു കാര്യം തോന്നുന്നത് 2021 ഇതുപോലെ ഒരു എക്സിറ്റ് പോൾ മനോരമ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നാരോ എഡ്ജ് UDFനാണ് കൊടുത്തിട്ടുള്ളത്. അന്ന് മനോരമ തോപ്പിച്ചവരിൽ ഇപ്പം ഭൂരിപക്ഷ ആൾക്കാർ ഇപ്പം മന്ത്രിമാരുണ്ട്. അന്ന് മനോരമ 8 നിലയിൽ പൊട്ടെന്ന് പറഞ്ഞൊരു കക്ഷി പറഞ്ഞ ഒരാള് നമ്മുടെ മണിയാശാനാണ്. മണിയാശൻ 38,000 മുകളിൽ വോട്ട് നേടിയിട്ടാണ് തിരിച്ചു വന്നത്. അതുപോലെ അന്ന് മനോരമ പറഞ്ഞ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ ടീച്ചർ ഏറ്റവും വലിയ പോരാട്ടം നേരിടുന്ന പറഞ്ഞത് മനോരമയായിരുന്നു. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലെ ടീച്ചർ കടന്നു കയറിയിട്ടുള്ളത്. 3 മുഖ്യമന്ത്രിമാരുടെ ചർച്ച മാത്രമേ ഇപ്പൊ നമ്മൾ കാണുന്നുള്ളൂ. ഒരേ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ നിലവിലുണ്ട്. അപ്പോൾ ഒരു 20 22 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എത്ര MLA-മാർ എന്തൊക്കെ കാണിക്കൂ എന്നത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ചെറിയ മെജോറിറ്റിയാണ് വരുന്നതെങ്കിലാണ് ഓരോ ഘടകകക്ഷിയും UDF-നുള്ളിൽ രാജാവിന്റെ ഘടകകക്ഷി മാത്രല്ല, ഇപ്പം കൊച്ചിയിലെ കോർപ്പറേഷൻ മേയർ തീരുമാനത്തിൽ വന്നത് ഘടകകക്ഷികളുടെ അഭിപ്രായമല്ല, വലിയ ഘടകമാണ്. ഇതിനകത്ത് വേറെ കാര്യം പറയാനുള്ള ഇപ്പൊ സംഭവിച്ചൊരു കാര്യം, ഇപ്പൊ കുറച്ച് നേരത്തെ എക്സിറ്റ് പോള് കഴിഞ്ഞ് വേറൊരു പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള പോള് മറ്റേ പോൾ മന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഗ്രൂപ്പ് അവര് കാലങ്ങളായിട്ടേ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ 2 മാസം കൂടുമ്പോൾ KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ചിട്ട് KC വേണുഗോപാലിന്റെ ജനപ്രീതി 21%, KC വേണുഗോപാലിന്റെ ജനപ്രീതി 19%, ഇന്ന് വന്നത് 21% കണക്കാ പുതുതായിട്ട്. അത് ആഫ്റ്റർ പോള് അതല്ലേ. അതിന്റെ തൊട്ട് താഴെ വരുന്നത് പിണറായി സാഹിബ് 18 സംതിങ്, അതിന്റെ താഴെ വരുന്ന 16% പോളിംഗ് VD സതീശൻ. പിന്നെ അങ്ങോട്ട് താഴോട്ട് വരുന്നത് ഗോവിന്ദമാഷുണ്ട്, ശൈല ടീച്ചറുണ്ട്, ഇങ്ങനെ കുറച്ചാൾ വരുന്നത്. രമേശ് ചെന്നിത്തല ചിത്രത്തിലില്ല. അപ്പൊ ഇത് KCക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഗ്യാങ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി വഴിപാട്, ഫ്ലക്സ്. ഇതിനിടയിലാണ് ഇപ്പൊ പോള് കൂടി, ഈ ഒരു പ്രത്യേകതരം പോള് കൂടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് LDF ഭരിക്കുമ്പോൾ നന്നായി മഴ കിട്ടിയതുകൊണ്ട് അവർക്ക് പവർ കട്ടൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റി. ഞങ്ങള് ഇപ്പം അധികാരത്തിൽ വരുമ്പോൾ ഇപ്പൊ തന്നെ നല്ല ചൂടാണ്, അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ നല്ല മഴ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതായത് കേരളത്തിലേക്ക് പവർ കട്ട് തിരിച്ചു വരും എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. അപ്പം എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും മീഡിയയിലാണെങ്കിലും വളരെ സജീവമായ ചർച്ചയായിരിക്കുന്നത്. അതായത് ഇപ്പം പുറത്തു വന്നിട്ടുള്ള 10ഓളം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പൂർണ്ണമായിട്ടും 10 ഒരു ഭരണമാറ്റം പ്രവചിക്കുകയാണ്. UDFന് എഡ്ജ് നൽകിക്കൊണ്ടുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആവേശം UDF അണികളിലും നേതാക്കന്മാരിലും ഒക്കെ സോഷ്യൽ മീഡിയയിലും കാണാനുണ്ട്. അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും എക്സാക്റ്റ് പോൾ റിസൾട്ടിലേക്ക് ഉള്ള ദൂരം വലുതാണോ ചെറുതാണോ എന്നുള്ളതാണ് നമുക്കിന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നത്. എന്താണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് വികാസിന് പറയാനുള്ളത്? എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലായ്പ്പോഴും ശരിയായ ചരിത്രം ഇല്ല എന്ന് നമ്മൾ ഈ അടുത്ത് നടന്ന ചില തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും നല്ല ഉദാഹരണം 2021 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയായിരുന്നു. അന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വളരെ ടൈറ്റ് മത്സരം എന്നൊക്കെയായിരുന്നു 90% എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. വളരെ ചുരുക്കം ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് LDF തുടരുമെന്ന് പറഞ്ഞത്. പക്ഷേ LDF വർദ്ധിത ഭൂരിപക്ഷമായി തുടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അതിനും കുറച്ചുകൂടി അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP 3/2 ഭൂരിപക്ഷം നേടും എന്ന് പോലും പറഞ്ഞ എക്സിറ്റ് പോളുകളുണ്ട്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഏജൻസികൾ തന്നെ നടത്തിയ എക്സിറ്റ് പോളാണ്. ആ എക്സിറ്റ് പോളുകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക്, അവർക്ക് മറ്റ് കക്ഷികളുടെ സഹായമില്ലാതെ ഭരണം നടത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന്. അവിടെയും നമ്മൾ ഈ ഡിഫറൻസ്, അതായത് എക്സിറ്റ് പോളും എക്സാക്ട് പോളും തമ്മിലുള്ള ആ വ്യത്യാസം കാണാൻ പറ്റും. അതുപോലെയായിരുന്നു ഹരിയാന 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നു പീപ്പിൾസ് ഇൻസൈറ്റ് എന്ന ഒറ്റ എക്സിറ്റ് പോൾ ഏജൻസി ഒഴികെ ബാക്കി എല്ലാ എക്സിറ്റ് പോൾ ഏജൻസിയും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ഹരിയാനയിൽ ഭരണം പിടിച്ചെടുക്കുമെന്നായിരുന്നു പ്രവചിച്ചത്. പക്ഷേ ഏറ്റവും വലിയ കോമഡി, കോൺഗ്രസ് ഭരണം പിടിച്ചില്ല എന്ന് മാത്രമല്ല BJP കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവിടെ വീണ്ടും തുടർഭരണം നേടുകയും ചെയ്തു. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോളുകളിലും ചില കുഴപ്പങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാതെ പോകാതെ കടന്നു പോകാനാവില്ല. ഇപ്പോൾ UDFന് വലിയ വിജയം പ്രഖ്യാപിക്കുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പോള് തന്നെയാണ് തമിഴ്നാട്ടിൽ TVക്ക് 120 സീറ്റ് വരെ നേടുമെന്നൊരു പ്രവചനവും നടത്തുന്നത്. അപ്പോൾ ഇവരുടെ ഈ എക്സിറ്റ് പോൾ എന്നത്
ഒരു 100% ആധികാരികമായ ഒരു സാധനമായി നമുക്ക് കാണാൻ കഴിയുന്ന കാലം കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ആക്സിസ് മൈ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യയാണ് ഈ നിലവിൽ വന്നതിൽ ഏറ്റവും വലിയ പിന്നെ മനോരമ ഒഴിച്ചിട്ട്. മനോരമ അവരുടെ സ്വന്തം രീതിയിൽ ഒരു പൂളും വേറെ നടത്തിയിട്ടുണ്ട്, അത് പിന്നീട് സംസാരിക്കാം. ഈ പ്രധാനപ്പെട്ട ഏജൻസികളിലെ ആക്സിസ് മൈ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി 90-നടുത്ത് വോട്ട് സീറ്റ് പിന്നെ UDF കൊടുത്തിട്ടുള്ളത്. അതെ അതെ അതെ, വലിയ മെജോറിറ്റി കൊടുത്തിട്ടുള്ളത് അവരാണ്. ബാക്കി എല്ലാവരും ഒരു നെക്ക് ടു നെക്കാണ്. അത് ചെറിയൊരു ഭൂരിപക്ഷം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ 4-5 സീറ്റിന്റെ 10 സീറ്റിന്റെ വേരിയേഷൻ മാത്രമേ പറയുന്നുള്ളൂ. ആക്സിസ് മൈ ഇന്ത്യൻ്റെ ഒരു പിന്നെ കഴിഞ്ഞ കാലത്ത് ആക്സിസ് മൈ ഇന്ത്യ നേരത്തെ പറഞ്ഞ TVK തമിഴ്നാട്ടിൽ ഒരൊറ്റ ഏജൻസി മാത്രമേ കൊടുത്തുള്ളത്. ഒരു ഏജൻസി മാത്രമാണ് TVK ഭൂരിപക്ഷത്തിൽ വരുന്നത്, അത് ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു. ആക്സിസ് മൈ ഇന്ത്യനെയാണ് ഈ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ പിന്നെ ഇഞ്ചോടിഞ്ച് മത്സരമാണെന്ന് പറഞ്ഞത്. അതെന്താ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? മാറ്റായിരുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് ഭൂരിപക്ഷം 65 സീറ്റിന് മുകളിൽ വരുന്ന ഭൂരിപക്ഷത്തിൽ വരുന്ന പറഞ്ഞത് ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു. ആക്സിസ് മൈ ഇന്ത്യനെ എടുത്തു പറയാൻ കാരണം ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്നത് നിലവിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികളിൽ ഒന്നാണ്. ഒരു മേൽവിലാസം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് അവർ ആക്സിസ് മൈ ഇന്ത്യ കുറച്ച് കാലങ്ങളായിട്ട്. പക്ഷെ അത് ഈ സമീപകാലത്തെ എല്ലാ ഇലക്ഷൻ്റെ അവരുടെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞതിന് എന്താണോ അതിന് ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ റിസൾട്ടിനെ ഞാനും നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും ശരിയാവണം എന്നില്ല എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ ഇപ്പം പുറത്തു വന്ന മുഴുവൻ എക്സിറ്റ് പോളുകളും ഒരു UDF അനുകൂലമായ റിസൾട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അതായത് 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു മുന്നണിയോട് സ്വാഭാവികമായുള്ള എതിർപ്പ് ജനങ്ങളിലുണ്ട്. അപ്പം UDFന് അനുകൂലമായ ഒരു സാധ്യത, അതായത് UDF അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും കാണുമ്പം പൊതുവിൽ തോന്നുന്നത്. പക്ഷേ അതിൽ തന്നെ ഇപ്പം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ എക്സിറ്റ് പോളുകൾ ഇപ്പം മുൻ വർഷങ്ങളിലെ എക്സിറ്റ് പോളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം ഇതിൽ ഞാൻ കാണുന്ന ഒരു സാധനം വെച്ചാൽ ഇപ്പം പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ ഈ പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ ഒഴികെ എല്ലാം 70 മുതലാണ് UDFന്റെ മെജോറിറ്റി പറയുന്നത്. അതായത് 70 മുതലാണ് സീറ്റ് പറയുന്നത്. അപ്പം 71 ഇപ്പം സിംഗിൾ മെജോറിറ്റി വേണ്ടത്. ഇപ്പോൾ ഒരു മുന്നണിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ 71 വേണം. അപ്പം ഈ 71 ഷുവർ പറയുന്ന 2 സർവേകൾ മാത്രമാണ് നിലവിൽ എക്സിറ്റ് പോൾ സർവേകളിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ആക്സിസ് മൈ ഇന്ത്യയാണ്. 82 മുതൽ 90 വരെയാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം 70-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 70 സീറ്റ് ഒരു മുന്നണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല. അതിൻ്റെ ഒന്നിച്ച് തന്നെ അവർ പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ സർവേകളിൽ എറർ ഫാക്ടർ ഒരു 3%, അതായത് ഒരു 5-8 സീറ്റ് വരെ ഇതിൽ വ്യത്യാസം വന്നേക്കാം എന്നുള്ളതും അവർ വിശകലനം നടത്തുമ്പോൾ കാര്യം പറയുന്നുണ്ട്. അപ്പം മുൻ വർഷങ്ങളിലെ സർവേകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർ പിന്നെ പ്രവചിച്ചിരുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 80-ന് മുകളിലോട്ടൊക്കെയാണ്. ഒരു 82 അല്ലെങ്കിൽ 80-ന് മുകളിലോട്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും LDFന് അനുകൂലമായി പറഞ്ഞ സർവേകളിൽ പലതും 80-ന് മുകളിലോട്ട് ഒക്കെയാണ് സീറ്റ് പറഞ്ഞത്. അപ്പോൾ അവിടെ മെജോറിറ്റി ഇപ്പോൾ ഈ പറയുന്ന ഒരു 5-6 സീറ്റിൻ്റെ വ്യത്യാസം വന്നാലും ഭരണം നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ സർവേകളിൽ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത് 70 മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അവിടെ 1-2 സീറ്റിൻ്റെ വ്യത്യാസം വന്നാൽ തന്നെ നിലവിൽ തോൽക്കുമെന്ന് പറയുന്ന മുന്നണിക്കാണ് അവിടെ സീറ്റ് അധികമായി വരുന്ന ഒരു നിലയുണ്ടാവുക. അപ്പം ഈ പറയുന്ന ട്രെൻഡ് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവും. അപ്പം തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണെങ്കിലും UDF അവകാശപ്പെട്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് 100-ന് മുകളിൽ സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നുള്ളതായിരുന്നു. LDF ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് പറഞ്ഞത് ഒരു 78 സീറ്റുകളിൽ നഷ്ടം സംഭവിച്ചാലും ഒരു 78 സീറ്റ് അല്ലെങ്കിൽ 78-നും 80-നും ഇടയിൽ സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നാണ് LDFും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ വെച്ച് നോക്കുമ്പം UDFന്റെ 100-ലേക്ക് എവിടെയും എത്തുന്നില്ല. അപ്പം പക്ഷേ LDFന്റെ ഈ പറയുന്ന 78-75 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് ഇവർ ഈ പറയുന്ന പല സർവേകളിലും ഈ പറയുന്ന എറർ ഫാക്ടർ കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ ഈ പറയുന്ന 75-ലേക്കോ അല്ലെങ്കിൽ 70-ന് മുകളിലേക്കോ തട്ടാവുന്ന ഒരു നിലയിലേക്ക് പല സർവേകളുടെയും റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ സാധാരണ 10 വർഷമായിട്ട് ഭരിക്കുന്ന ഒരു മുന്നണിയാണ്. 10 വർഷം ഭരിച്ചിട്ടും ഈ ഒരു ഇപ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് എക്സിറ്റ് പോളിൽ കൃത്യമായിട്ട് കാണിക്കേണ്ടതായിരുന്നു. അതായിരുന്നെങ്കിൽ കഴിഞ്ഞൊരു 21-ല് അതെ കഴിഞ്ഞ വർഷം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചില ഏജൻസികൾ 100-ലധികം സീറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 104 മുതൽ 120 സീറ്റൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ഭരണാനുകൂല വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, അത് വിസിബിൾ ആയിരുന്നു.
പക്ഷെ ഇവർക്ക് ഇവർ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഇവർക്ക് അത് വിസിബിൾ ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ഇത് പറയുന്നത് 10 സീറ്റിന്റെ ഒക്കെ മാറ്റം, 60, 65, 70, 75 സീറ്റിന്റെ ഒക്കെ ഗ്യാപ്പ് വരുന്നത് അതുകൊണ്ടാണ്. ഈ ഭരണത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് ഒരിക്കലും ഈ സർവേ തന്നെ തെളിയിക്കുന്നുണ്ട്. ഈ സർവേ യഥാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ ഇപ്പൊ സർവേ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ UDF അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്ന സർവേകൾ ആണ് പുറത്തു വന്നത് പറഞ്ഞിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പം UDF ഹാൻഡിലുകൾ നടത്തുന്ന ഭയങ്കരമായി ആഘോഷങ്ങളുണ്ടല്ലോ. അപ്പം അതിലിപ്പം UDF നേതാക്കളാണെങ്കിലും അണികളാണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തും അത് കഴിഞ്ഞപ്പോഴും പറഞ്ഞത് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരമാണ് LDFന് തിരിച്ചടിയാവാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വാസത്തിലെടുത്താൽ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം നിലവിൽ കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതായത് 10 വർഷം അധികാരത്തിൽ ഇരുന്ന ഒരു മുന്നണിക്ക് 68 സീറ്റുകൾ വരെ നേടാം എന്നാണ് പറയുന്നത്. 68 എന്ന് പറയുമ്പോൾ പിന്നെ കേവല ഭൂരിപക്ഷത്തിന് 3 സീറ്റിന്റെ വ്യത്യാസമാണ് വരുന്നത്. അതിന്റെ ഒന്നിച്ച് തന്നെ ഇവർ ഈ വിശകലനം നടത്തുമ്പോൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന ഈ ചില നിരീക്ഷണങ്ങൾ എടുത്ത് നോക്കുമ്പം നമുക്ക് യുക്തിസഹമായും എതിർക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്ന ഒരു സാധനമാണ്. ഇപ്പം മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ച് UDFിലേക്ക് പോയി എന്നൊരു നിരീക്ഷണം, അതായത് ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി UDFിലേക്ക് കേന്ദ്രീകരിച്ചു എന്നൊരു നിരീക്ഷണമാണ് എല്ലാ ഏജൻസികളും UDFന് മെജോറിറ്റി പറയുന്നതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന ഒരു നിരീക്ഷണത്തിലെത്താൻ എന്തായാലും സാധിക്കുന്നില്ല. കാരണം മലപ്പുറത്ത് പോലും UDFന്റെ പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം, അവിടെയൊന്നും അട്ടിമറി സംഭവിക്കുമെന്ന് ഇടതുപക്ഷമോ UDFോ പോലും പറയുന്നില്ലെങ്കിൽ പോലും അവരുടെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും ശക്തമായ മത്സരം നേരിട്ടിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം അതെ ഒരാളുകൾ ഇപ്പം പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാർക്ക് ഇപ്പം KPCC പ്രസിഡന്റിനാണെങ്കിലും പ്രതിപക്ഷ നേതാവിനാണെങ്കിലും മണ്ഡലത്തിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇതേ അവസ്ഥ ഈ മലപ്പുറത്തുണ്ടായി. മലപ്പുറത്ത് ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുത്ത് മാറി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രചരണം നടത്തേണ്ടുന്ന ഒരു നിലയിലേക്ക് അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യവും പ്രചരണവും ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് UDFുകാർ തന്നെ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് ശേഷം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരവസരത്തിൽ ഈ പറയുന്ന ഈ വോട്ടുകൾ വലിയ രീതിയിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയില്ല. അപ്പം അങ്ങനെ വരുമ്പം പിന്നെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ എടുക്കുന്ന സാമ്പിളുകളുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ UDFന് വലിയ ഭൂരിപക്ഷം കൊടുത്തിട്ടുള്ള ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിൽ തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം മലബാറിൽ നിന്നും ഇപ്പം LDFനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ നിന്നും 22 മുതൽ 27 വരെ സീറ്റുകൾ നേടും എന്നാണ് ഈ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത്. അപ്പോൾ 22 മുതൽ 27 വരെ സീറ്റ് മലബാറിലെ സീറ്റുകളിൽ നിന്ന് നേടണം എന്ന് പറയുമ്പോൾ മലബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ഈ പറയുന്ന 5 ജില്ലകളാണ്. അതിലിപ്പം കാസർഗോഡ് നിന്നും ഇപ്പം മലപ്പുറം നിലവിലെ അവസ്ഥ വെച്ചിട്ട് മലപ്പുറത്ത് 1 or 2 അല്ലാതെ അതിനപ്പുറം പോകില്ല. ഇപ്പം വയനാടാണെങ്കിലും LDF സാധ്യത പറയുന്നത് മാക്സിമം 1 ആണ്. കാസർഗോഡ് 3 സാധ്യത പറയുന്നത്. കണ്ണൂരാണ് പിന്നെ കുറച്ച് മെച്ചപ്പെട്ട ഒരു സാധ്യത പറയുന്നത്, അതും 8 ആണ്. 8 or 9 വരാമെന്ന് പറയുന്നു. 8 ഉം 9 വരുമ്പോഴും ഈ 9 ഉം 5 ഉം 14 സീറ്റാണ് വരിക. ഈ 14 കഴിഞ്ഞ് ബാക്കി വരുന്ന സീറ്റുകൾ പാലക്കാട് കൂടി മലബാറിൽ കൂട്ടിയിട്ടുണ്ടോ? ഇല്ല, മലബാറിൽ ഇത്രയും ആണ് പെടുത്തിയത്. അപ്പം ബാക്കി വരുന്ന സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് ഈ പറയുന്ന മലപ്പുറത്ത് നിന്നാണ് ഇവർ പറയുന്നത്. ആ മലപ്പുറത്ത് നിന്ന് 6 or 8 സീറ്റുകൾ ഇടതുപക്ഷം നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ സർവേ പ്രകാരം പറയുന്നത്. അപ്പം അങ്ങനെ അത് ഇടതുപക്ഷ പ്രവർത്തകർക്ക് പോലും ഈ പറയുന്ന ഒരു കണക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതായത് ഞാൻ പറയുന്നത് ഈ സർവേകൾ നടത്തുമ്പം സാമ്പിൾ എടുക്കുമ്പോൾ സാമ്പിളിൽ വരുന്ന പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ നിന്നും അവർ പറയുന്നത് 3 മുതൽ 7 വരെ സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടും എന്ന് പറയുന്നത്. ഇപ്പം മധ്യ കേരളം എന്ന് പറയുന്നത് ഈ പറയുന്ന എറണാകുളം, കോട്ടയം, ഇടുക്കിയും എല്ലാം ഉൾപ്പെടുന്ന, തൃശ്ശൂർ ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഈ തൃശ്ശൂരിൽ തന്നെ ഒരു 8 സീറ്റുകൾ, മാക്സിമം 5 സീറ്റ് UDF പിടിച്ചാൽ പോലും 8 സീറ്റിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 3 മുതൽ 7 വരെയുള്ള സീറ്റ് എന്ന് പറയുന്നത് ഒരു വിശ്വസനീയമായ ഒരു കണക്കല്ല എന്നുള്ളതാണ്. അപ്പം ആക്സിസ് മൈ ഇന്ത്യയുടെ, അതായത് നേരത്തെ നിജീഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ സർവേകളിൽ നിന്നും വിശ്വാസ്യത നേടിയ ഒരു ഏജൻസി നടത്തുന്ന സർവേയിൽ പോലും ഇങ്ങനെ സാമ്പിളിങ്ങിൽ അവരെടുത്ത രീതികളിൽ എന്തോ ചെറിയ മിസ്റ്റേക്കുകൾ
ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നിരീക്ഷിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പം ഈ പറയുന്ന 78 എന്ന അല്ലെ 72 എന്ന 75 ആ 70-നും 80-നും ഇടയിൽ വരുന്ന ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന് പോറലേൽപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ എക്സിറ്റ് പോളുകൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിനകത്ത് എനിക്ക് തോന്നുന്നു വേറൊരു എക്സിറ്റ് പോൾ അതിന് കാര്യമായിട്ട് എടുത്തു പറയേണ്ടത് മനോരമയുടെ എക്സിറ്റ് പോളാണ്. അതായത് ഈ ഏജൻസികൾക്കൊക്കെ പുറമെ പ്രാദേശികമായിട്ടൊരു എക്സിറ്റ് പോൾ നടത്തിയിട്ടുള്ള മനോരമയാണ്. മനോരമ അത് വ്യാപകമായിട്ട് നടത്തിയത് 94 സീറ്റ്, അതായത് ആക്സിസ് ഇന്ത്യയെക്കാളും കൂടുതൽ 4 സീറ്റ് അധികം കൊടുത്തിട്ടാണ് മനോരമ നടത്തിയിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ വിചിത്രമായ ഒരു കാര്യം തോന്നുന്നത് 2021 ഇതുപോലെ ഒരു എക്സിറ്റ് പോൾ മനോരമ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നാരോ എഡ്ജ് UDF-നാണ് കൊടുത്തിട്ടുള്ളത്. അന്ന് മനോരമ തോപ്പിച്ചവരിൽ ഇപ്പം ഭൂരിപക്ഷ ആൾക്കാർ ഇപ്പം മന്ത്രിമാരുണ്ട്. അന്ന് മനോരമ 8 നിലയിൽ പൊട്ടെന്ന് പറഞ്ഞൊരു കക്ഷി പറഞ്ഞ ഒരാള് നമ്മുടെ മണിയാശാനാണ്. മണിയാശാൻ 38,000-ന് മുകളിൽ വോട്ട് നേടിയിട്ടാണ് തിരിച്ചു വന്നത്. അതുപോലെ അന്ന് മനോരമ പറഞ്ഞ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ ടീച്ചർ പിന്നെ ഏറ്റവും വലിയ പോരാട്ടം നേരിടുന്ന പറയുന്നത് മനോരമയായിരുന്നു. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലെ ടീച്ചർ കടന്നു നേരിയിട്ടുള്ളത്. അപ്പോൾ മനോരമ ഇത് ആക്ച്വലി കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള മറ്റെന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മനോരമ കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആ പണിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഈ പ്രാദേശികമായിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ എന്നുള്ള രൂപത്തിൽ മനോരമയുടെ പോളിനെ കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഈ എക്സിറ്റ് പോളിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് ഇപ്പം UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നുള്ള വലിയ ചർച്ച നടക്കുന്നുണ്ട്. അപ്പം 4 ആളുകൾ സജീവമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രംഗത്തുണ്ട്. ഇപ്പം KC വേണുഗോപാലാണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും VD സതീശനാണെങ്കിലും ഇത്രയും ആളുകൾ 3 ആളുകൾ സജീവമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രംഗത്തുണ്ട്. അപ്പം നിലവിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായി വരികയാണെങ്കിൽ ഈ പറയുന്ന ഒരു ചെറിയ സ്ലൈറ്റ് എഡ്ജിലാണ് UDF അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ഈ പറയുന്ന 75-നും അല്ലെങ്കിൽ 75-നും 80-നും അല്ലെ 70-നും 80-നും ഒക്കെ ഇടയിൽ വരുന്ന ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു UDF മുന്നണി എങ്ങനെയായിരിക്കും കേരളത്തിൽ 5 വർഷം ഭരണം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഒരു അവസരത്തിലാണ് അധികാരത്തിൽ വരുന്നത്. അതായത് നമ്മൾ ഈ എക്സിറ്റ് പോളുകളെ വിശ്വാസത്തിലെടുത്ത് പറഞ്ഞാൽ തന്നെ ഈ എക്സിറ്റ് പോളുകളിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ സാമ്പിളിങ്ങുകളിൽ വരുന്ന പിന്നെ അതുപോലെ തന്നെ മിക്ക എക്സിറ്റ് പോളുകളും പിന്നെ സീറ്റ് കൺവേർട്ട് ചെയ്യുന്നത് ആകെ വോട്ട് ഷെയറിനെ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ അതിൻ്റെ ഒരു പിന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം കൃത്യമായി മനസ്സിലായതാണ്. അതിപ്പം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനാണെങ്കിലും മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതൊക്കെ ഭയങ്കരമായ ഭൂരിപക്ഷത്തിലാണ്. ഇപ്പോൾ ഒരു സീറ്റിൽ തന്നെ 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷത്തിൽ മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. അപ്പം മലബാറിലെ കണക്കെടുപ്പ് വരുന്ന സമയത്ത് ഈ വോട്ട് ഷെയറാണ് UDF-ന് വരിക. അപ്പം മലപ്പുറത്തു നിന്നും ഭീമമായ വോട്ട് ഷെയർ UDF-ന് കിട്ടുകയും അപ്പം മലബാറിലെ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ ആ ടോട്ടൽ സീറ്റുകളെ ഡിവൈഡ് ചെയ്യുമ്പം മലപ്പുറത്തെ അതേ പാറ്റേണിൽ കണ്ണൂരിൽ UDF-ന് വോട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, അതേ പാറ്റേണിൽ കോഴിക്കോടിൽ UDF-ന് വോട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഈ ടോട്ടൽ വോട്ട് ഷെയറിനെ നമ്മൾ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഇങ്ങനൊരു വ്യത്യാസം വരും. മലപ്പുറത്ത് ഇപ്പം പൂർണ്ണമായും വോട്ട് UDF-ന് പോൾ ചെയ്താൽ പോലും 16 സീറ്റാണ് മലപ്പുറത്ത് നിന്ന് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ളത്. അതിന് മുകളിലേക്ക് പോകില്ല. പക്ഷെ ആ രീതിയിൽ UDF-ന് പിന്നെ ഈ പറയുന്ന മധ്യ കേരളത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്നാണെങ്കിലും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഈ മലപ്പുറത്തെ വോട്ട് ഷെയർ വെച്ച് കണ്ണൂരിലെ വോട്ടിനെ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും ശരിയായ രീതിയല്ല എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഈ പറയുന്ന LDF തോൽക്കുമെന്ന് പറയുന്ന സ്ലൈറ്റ് എഡ്ജ് LDF-ന് അഡ്വാൻറ്റേജ് ആയി മാറാനാണ് സാധ്യത എന്ന് ആണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പം പല സർവേകളും ഈ പറയുന്ന വിമത സ്ഥാനാർത്ഥിത്വം കൊണ്ട് തളിപ്പറമ്പിനെയും പിന്നെ പയ്യന്നൂരിനെയും ഒക്കെ പാലക്കാട് വരെ ഇവിടെ നമ്മുടെ അമ്പലപ്പുഴയുണ്ട്, പാലക്കാട് 2 സീറ്റ്, പാലക്കാട് നമ്മളെ ഷൊർണൂർ ഈ സീറ്റുകൾ ഒക്കെ തോൽക്കും എന്ന് വിലയിരുത്തുന്ന ഒരു മണ്ഡലങ്ങൾ. അപ്പം എൻ്റെ ഒരു നിരീക്ഷണം പ്രകാരം നിലവിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും 10 വർഷക്കാലം അധികാരത്തിലിരുന്ന ഒരു മുന്നണിയോടുള്ള മടുപ്പ് ഒരു വിഭാഗം ആളുകൾ പ്രകടമാക്കിയതിൻ്റെ ഭാഗമായി വരുന്ന ഒരു മാറ്റം എന്നൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളിൽ സ്ത്രീ വോട്ടർമാരുടെ നല്ല വർധനവുണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീ വോട്ടർമാർ പൂർണ്ണമായും UDF-ന് അനുകൂലമായി നിന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമീപത്തും അതിന് തൊട്ടു മുമ്പൊക്കെയായി UDF കേന്ദ്രങ്ങളിൽ നിന്നും UDF-ന്റെ നേതാക്കന്മാരിൽ നിന്നും വന്ന വാർത്തകളിൽ നിന്നും സ്ത്രീ വോട്ടുകൾ പൂർണ്ണമായി UDF-ലേക്ക് പോയി അല്ലെങ്കിൽ UDF-ന് മെജോറിറ്റി കിട്ടുന്ന രീതിയിലേക്ക് സ്ത്രീകൾ ചിന്തിച്ചു എന്ന് തോന്നാൻ മാത്രം എനിക്ക് കാരണം. പക്ഷേ മറിച്ച് ചിന്തിക്കാൻ UDF-ന്റെ ഭാഗത്തു നിന്നും വന്ന പല വാർത്തകളും പ്രതികരണങ്ങളും
എനിക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ സർവേകളും തോൽപ്പിച്ച ഒരു മണ്ഡലം എന്ന് പറയുന്നത് പേരാവൂരാണ്. പേരാവൂര് പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന വലിയ ഭരണവിരുദ്ധ വികാരം ഒന്നും ഉണ്ടായില്ലെങ്കിൽ പേരാവൂരിൽ ഒരു പക്ഷേ UDF ഞെട്ടിക്കുന്ന ഏറ്റവും ആദ്യത്തെ മണ്ഡലമായി പേരാവൂർ മാറും എന്നുള്ള ഒരു നിരീക്ഷണമാണ് എനിക്ക് വെക്കാനുള്ളത്. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ ശരിയായെന്നും വരാം, പക്ഷെ അങ്ങനെ ശരിയാവുമ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന എന്ത് എന്നൊരു ചോദ്യം. 3 മുഖ്യമന്ത്രിമാരുടെ ചർച്ച മാത്രമേ ഇപ്പൊ നമ്മൾ കാണുന്നുള്ളൂ. ഒരേ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ നിലവിലുണ്ട്. അപ്പോൾ ഒരു 20 22 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എത്ര MLA-മാർ എന്തൊക്കെ കാണിക്കൂ എന്നത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പം ചെറിയ മെജോറിറ്റിയാണ് വരുന്നതെങ്കിലാണ് ഓരോ ഘടകകക്ഷിയും UDF-നുള്ളിൽ രാജാവിന്റെ ഘടകകക്ഷി മാത്രല്ല, ഇപ്പം കൊച്ചിയിലെ കോർപ്പറേഷൻ മേയർ തീരുമാനത്തിൽ വന്നത് ഘടകകക്ഷികളുടെ അഭിപ്രായമല്ല, വലിയ ഘടകമാണ്. ഇതിനകത്ത് വേറെ കാര്യം പറയാനുള്ള ഇപ്പൊ സംഭവിച്ചൊരു കാര്യം, ഇപ്പൊ കുറച്ച് നേരത്തെ എക്സിറ്റ് പോള് കഴിഞ്ഞ് വേറൊരു പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള പോള്. മറ്റേ പോൾ മന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഗ്രൂപ്പ് അവര് കാലങ്ങളായിട്ടേ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ 2 മാസം കൂടുമ്പോൾ KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ചിട്ട് KC വേണുഗോപാലിന്റെ ജനപ്രീതി 21%, KC വേണുഗോപാലിന്റെ ജനപ്രീതി 19%, ഇന്ന് വന്നത് 21% കണക്കാ പുതുതായിട്ട്. അത് ആഫ്റ്റർ പോള് അതല്ലേ. അതിന്റെ തൊട്ട് താഴെ വരുന്നത് പിണറായി സാഹിബ് 18 സംതിങ്, അതിന്റെ താഴെ വരുന്ന 16% പോളിംഗ് VD സതീശൻ. പിന്നെ അങ്ങോട്ട് താഴോട്ട് വരുന്നത് ഗോവിന്ദമാഷ് ഉണ്ട്, ശൈല ടീച്ചറുണ്ട്, ഇങ്ങനെ കുറച്ചാൾ വരുന്നത്. രമേശ് ചെന്നിത്തല ചിത്രത്തിലില്ല. അപ്പൊ ഇത് KCക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഗ്യാങ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി വഴിപാട്, ഫ്ലക്സ്, ഇതിനിടയിലാണ് ഇപ്പൊ പോള് കൂടി ഈ ഒരു പ്രത്യേകതരം പോള് കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും UDF-കാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. കാര്യം ഇത്രയധികം മുന്നൊരുക്കങ്ങൾ അവർ നടത്തിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടായിരിക്കും അവരൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ ഇത്രയധികം മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ഫലം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ചർച്ച, അങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങൾ നടത്തിയ സ്ഥിതിക്ക് അവരുടെ പ്രാർത്ഥന. പിന്നെ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, മീഡിയ ഈ തെരഞ്ഞെടുപ്പിൽ വഹിച്ചൊരു പങ്കാണ്. അതായത് നമ്മളിപ്പോൾ അവസാനത്തെ ഒരു 3 മാസത്തെ ഈ വർഷം തുടങ്ങിയത് മുതലുള്ള വാർത്തകളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ വാർത്തകളെല്ലാം തന്നെ ഇപ്പോൾ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട, കോൺഗ്രസിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട വാർത്ത ഒരു ദിവസം മാത്രമാണ് കേരളത്തിലെ മീഡിയയിൽ ചിലതെങ്കിലും ചർച്ചയ്ക്കെടുത്ത്. അതിനപ്പുറം ആ ചോദ്യം നിരന്തരം ഉന്നയിക്കാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മീഡിയയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായ ചോദ്യം ചോദിക്കാനോ പോലും മീഡിയ തയ്യാറായിരുന്നില്ല എന്നത് മീഡിയ ആർക്കൊപ്പമായിരുന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ എക്സിറ്റ് പോളുകൾ ശരിയായി വരികയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പറഞ്ഞ് കോൺഗ്രസോ UDF-ഓ നേടിയ വിജയമായി കണക്കാക്കാൻ പറ്റില്ല. പകരം മീഡിയ എന്ന വലിയ എലമെന്റ് നേടിക്കൊടുത്തൊരു വിജയമാണ് എന്നേ പറയാൻ കഴിയൂ. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിപക്ഷ മുന്നണി രാഷ്ട്രീയം ഉന്നയിച്ചിട്ടേ ഇല്ല. തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം മുഖ്യമന്ത്രിയെ ഈ എക്സിറ്റ് പോളുകൾ വരുമ്പോൾ പോലും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ സ്വഭാവം ശരിയല്ല, മുഖ്യമന്ത്രിയുടെ രീതികൾ ശരിയല്ല എന്ന് പറയുന്നതല്ലാതെ ഭരണത്തിന് പൊതുവെ ഇന്നതാണ് ഭരണത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു അവസരത്തിലും അവർ ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അവർ പ്രധാനമായും ക്യാമ്പയിനുകളായി കൊണ്ടുവന്നത് ഈ പറയുന്ന ശബരിമലയിലെ വിഷയങ്ങളും അതുപോലെയുള്ള ഇപ്പം മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ഒക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന വയനാട് ഫണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത്. ആ വിഷയം ശരിക്കു പറഞ്ഞാൽ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളോട് ചെയ്യാവുന്നതാണോ ചെയ്തത് എന്ന് ഇനി ഈ പറയുന്ന പൈസ വാങ്ങിയുള്ള പ്രചരണങ്ങളെല്ലാം അവസാനിച്ച സ്ഥിതിക്ക് തെരഞ്ഞെടുപ്പ് അവസാനിച്ചു, ഏതെങ്കിലും ഒരു മുന്നണി കേരളത്തിലേക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി പോവാണ്. അപ്പം ഇത്രയും കാലം ആ വാർത്തകൾ മൂടിവെച്ച മാധ്യമ സംവിധാനങ്ങൾ ഒന്ന് മനസ്സിരുത്തി ആ UDF സ്വീകരിച്ച സമീപനത്തിനെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഈ പറയുന്ന വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ്. ഇപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് തയ്യാറായി കൊടുക്കുമെന്ന് പറയുന്ന വീടിന്റെ പകുതിയെങ്കിലും പൂർത്തീകരിച്ച് അവർ കൈമാറിയിട്ടുണ്ട്. സർക്കാരിന്റെ 178 വീടുകൾ ഇന്നിപ്പോൾ 38 വീടും കൂടെ കൊടുക്കുന്നതോടുകൂടി 178 വീടുകളും പൂർണ്ണമായും ജോയിന്റ് ഇൻസ്പെക്ഷൻ ഉൾപ്പെടെ കഴിഞ്ഞ് കൈമാറുകയാണ്. ലീഗിന്റെ വീടുകളിൽ ഇല്ലാത്ത പല സൗകര്യങ്ങളും സാധ്യതകളുമുള്ള 178 വീടുകളാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം അവിടെയാണ് ഈ പറയുന്ന
ഇനിയിപ്പം എക്സിറ്റ് പോളുകൾ അംഗീകരിക്കുകയാണെങ്കിൽ അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന മുന്നണി ആ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതിരുന്നപ്പം നടത്തിയ ഒരു കൊള്ളയുടെ വാർത്ത എല്ലാവിധത്തിലുള്ള തെളിവുകളും പുറത്തു വന്നിട്ട് മാധ്യമങ്ങൾ മൂടിവെച്ചൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഉള്ള ആളുകളുടെ ഇടയിലേക്ക് ഇപ്പം അന്ന് വി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ്റെതും KPCC പ്രസിഡന്റിനെയും ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് പൈസ പോയെന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്ത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഇന്ന് UDF മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കുന്ന പരിഗണിക്കുന്ന ഒരാൾ 3 പേരിൽ ഒരാൾ ഉണ്ട്. അപ്പം അങ്ങനെ ഒരാള് കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരുമ്പം ഇനി ഈ അധികാരത്തിന്റെ സാധ്യതകളിൽ ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ പറ്റിക്കാനും കൊള്ളയടിക്കാനും ഈ പറയുന്ന സംവിധാനം ഇപ്പം തയ്യാറാവും, വി ഡി സതീശനോ വി ഡി സതീശന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളോ തയ്യാറാവും എന്നുള്ളതും ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ടി വരും. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് LDF ഭരിക്കുമ്പോൾ നന്നായി മഴ കിട്ടിയതുകൊണ്ട് അവർക്ക് പവർ കട്ടൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റി. ഞങ്ങള് ഇപ്പം അധികാരത്തിൽ വരുമ്പോൾ ഇപ്പൊ തന്നെ നല്ല ചൂടാണ്, അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ നല്ല മഴ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതായത് കേരളത്തിലേക്ക് പവർ കട്ട് തിരിച്ചു വരും എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. അപ്പം അങ്ങനെ ഒരു നിലയിലേക്ക് കേരളം മാറാൻ വേണ്ടി പോവാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പം കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഇപ്പം ജനങ്ങൾ ഇനിയിപ്പം അടുത്ത ഒരു 5 വർഷക്കാലത്തേക്ക് പ്രതിപക്ഷത്തിരിക്കാനാണ് LDFനെ നിയോഗിക്കുന്നതെങ്കിൽ പോലും അഭിമാനത്തോടു കൂടി ഈ കേരളത്തിന്റെ ഭരണസാരഥ്യത്തിൽ നിന്നും ഇറങ്ങിപ്പോവാൻ LDFന് കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അവസാനം ആയി സർക്കാർ പൂർത്തീകരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഈ പറയുന്ന വയനാട് ടൗൺഷിപ്പ് പോലെയുള്ള ഒരു പുനരധിവാസം കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും പുനരധിവാസ ചരിത്രത്തിൽ ഒരു ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചുകൊണ്ടാണ് ഈ വയനാട് പുനരധിവാസം ജനങ്ങൾക്ക് കൈമാറിക്കൊണ്ട് LDF അധികാരത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. കേരളത്തിൽ ഇനിയൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും, പക്ഷെ ലോകത്തെവിടെയും ഇനിയൊരു ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ചർച്ച ചെയ്യുമ്പം കേരള മോഡലും കേരളത്തിന്റെ വയനാട് മോഡലും തീർച്ചയായും ചർച്ചയാകുകയും ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് അല്ലെങ്കിൽ തയ്യാറായി വരുന്നത് അതിന് താഴെയായി പോയി എന്നുള്ള നിലയിലേക്ക് ഈ വയനാട് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പല വികസന മാതൃകകളും ചർച്ചയാവും എന്നുള്ളതാണ് എനിക്ക് കാണുന്ന ഒരു കാര്യം എന്നാണ്